പേര് ഗ്രേസി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പേരാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ തൊണ്ടയിൽ 3 മുഴകളുണ്ടായിരുന്നു. ആ മുഴകളിൽ ഒന്ന് വളരെ വലുതും അത് സങ്കീർണവും ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. സ്കാൻ ചെയ്തു, അത് വളരെ സങ്കീർണമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. FNC ചെയ്യാൻ വേണ്ടി ഞാൻ അമല ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്നപ്പോൾ എനിക്ക് പറഞ്ഞിരുന്ന ടൈം 9 മണിയായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും 9 മണി സമയം കഴിഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല, 3 മണി ആകുമ്പോഴേക്കും എത്തുവാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി ആവിലയിൽ ഇവിടേക്ക് പോന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു എൻ്റെ തൊണ്ടയിലെ മുഴ ചെറുതായി ചുരുങ്ങുന്നുവെന്ന് പറഞ്ഞു. അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന ഉരുവിടുവാൻ വേണ്ടി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈശോയെ അമ്മേ എന്ന് വിളിക്കാനും പറഞ്ഞു. ഞാനത് ആവർത്തിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ഇവിടെ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, 3 മണിയാകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് 3 മണി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ 3 പ്രാവശ്യം എൻ്റെ വലിയ മുഴയാണ് സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. 3 പ്രാവശ്യം കുത്തിയതിന് ശേഷമാണ് അവിടുന്ന് സിറം കിട്ടിയത്. അപ്പോൾ അതിന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ FNC റിസൾട്ട് വന്നപ്പോൾ നോൺ ക്യാൻസറസ് മുഴകളായിരുന്നു എന്ന് പറഞ്ഞു. എന്നെ സൗഖ്യപ്പെടുത്തിയ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് ക്യാൻസറസ് ആണ്, അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണ്. 3 മുഴകളുണ്ട്. അതിലൊരെണ്ണം തന്നെ വലിയ നടുക്കുള്ള വലിയ മുഴയാണ്. അങ്ങനെ FNAC ചെയ്യണം എന്ന് പറഞ്ഞ് 9 മണിക്ക് സമയം കൊടുത്തു. ഭാഗ്യത്തിന് അവർ 9 മണിക്ക് അവിടെ എത്തിയില്ല. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. ചെന്നപ്പോൾ ലേറ്റായി പോയി. അപ്പോൾ ചില സമയങ്ങളിൽ കർത്താവ് അങ്ങനെയും നമുക്ക് അനുഗ്രഹം തരും. അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ചെയ്യാൻ പറ്റില്ല, പോയിട്ട് 3 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ 3 മണി വരെ അമല ആശുപത്രിയിൽ ഇരിക്കേണ്ട എന്ന് വിചാരിച്ച് അവർ ആവില ആശുപത്രിയിൽ ഇരിക്കാൻ വേണ്ടി പോന്നു. അങ്ങനെയാണ് അവർ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2 മുഴകൾ ഇപ്പോൾ ഉണ്ടോ? 2 മുഴകൾ അപ്രത്യക്ഷമായി. നടുക്കുള്ള മുഴ ഉണ്ടോ? അത് വലുതും. ആ മുഴകളുടെ വലിപ്പമൊക്കെ കുറഞ്ഞ് അത് ഇല്ലാത്ത രീതിയിൽ ആവുകയും അത് മാറിയതിന് ശേഷമാണ് തിരിച്ച് വീണ്ടും ചെന്ന് കുത്തിയെടുക്കാൻ ചെന്നപ്പോൾ കുത്തുമ്പോൾ ആ സിറപ്പ് കിട്ടുന്നില്ല, അല്ലെ, ബ്ലഡാണ് കിട്ടുന്നത്. കാരണം ഉണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് അതൊക്കെ ക്യാൻസറസ് ആയിട്ടുള്ളതും അല്ലാത്തതുമൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ കർത്താവ് തന്റെ വചനം അയച്ച് സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ. അങ്ങനെ ഗോയിറ്റർ മുഴ ഉണ്ടായിരുന്നു. അപ്പോൾ തൈറോയിഡ് ക്യാൻസറാണ് എന്ന് കരുതിയിരുന്നത്. കർത്താവ് ആ മുഴ തന്നെ എടുത്ത് മാറ്റിയതിനെ ഓർത്ത് ഇനി ഒരു ട്രീറ്റ്മെന്റും ഇനി ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് മടക്കി വീട്ടിലേക്ക് വിട്ടതിനെ ഓർത്ത് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാൻ കൈയടിച്ച കർത്താവിന് നന്ദി പറയാം.